1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. വനം വകുപ്പ് നൽകുന്ന നിരാക്ഷേപ പത്രത്തിന്റെ മറവിൽ വനം ഉദ്യോഗസ്ഥർ നടത്തുന്ന അഴിമതി അന്വേഷിക്കാൻ വനം മന്ത്രി AK ശശീന്ദ്രൻ ഉത്തരവിട്ടു. നിലമ്പൂർ നഗരസഭാംഗം ഇസ്മായിൽ എരഞ്ഞിക്കൽ മുഖ്യമന്ത്രിക്കും വനം മന്ത്രിക്കും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മന്ത്രിയുടെ അന്വേഷണ ഉത്തരവ്. കോഴിക്കോട് വനം വിജിലൻസ് DFO ഇംതിയാസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. വനാതിർത്തിയോട് ചേർന്ന സ്ഥലമുള്ളവർക്ക് ഭൂമി രജിസ്ട്രേഷൻ നടത്തണമെങ്കിൽ വനം വകുപ്പിന്റെ നിരാപേക്ഷ പത്രം നിർബന്ധമാണ്. ഇതിന്റെ മറവിലാണ് ചില ഉദ്യോഗസ്ഥർ വനം വകുപ്പിൽ നിന്ന് റിട്ടയർ ചെയ്ത മറ്റു ചില ഉദ്യോഗസ്ഥർ ഏജന്റുമാരുമായി വലിയ തുക കൈപ്പറ്റുന്നതെന്ന് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. NOCക്ക് സബ് രജിസ്ട്രാറുടെ കത്തടക്കം സ്ഥലമുടമകൾ അപേക്ഷ നൽകുമ്പോൾ അതിന് റെസിപ്റ്റ് പോലും നൽകാതെ കാലതാമസം വരുത്തുകയും NOC ലഭിക്കാൻ ഏജന്റുമാരെ സമീപിക്കണമെന്ന നിലപാടുമാണ് ഉദ്യോഗസ്ഥരിൽ ചിലർ സ്വീകരിക്കുന്നതെന്നും പരാതിയുണ്ട്. താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർ മുതൽ സ്ഥലമുടമകളിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്നതായി പരാതിയുണ്ട്. ഏജന്റുമാരെന്ന് അവകാശപ്പെടുന്നവർ 10,000 രൂപ വരെ ഓരോ NOCക്കും വാങ്ങുന്നതായും ഇതിൽ വിജിലൻസ് അന്വേഷണം നടത്തി നടപടിയെടുക്കണമെന്നുമാണ് പ്രധാന ആവശ്യം. വനം വകുപ്പ് വനാതിർത്തികളിൽ ഭൂരിഭാഗവും ജണ്ട സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിനാൽ തന്നെ സ്ഥല ഉടമ NOCക്ക് അപേക്ഷ നൽകുമ്പോൾ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് സ്ഥലം സന്ദർശിച്ചു തന്നെ വനഭൂമിയിൽപ്പെട്ടതാണോ അപേക്ഷകന്റെ സ്ഥലമെന്ന് കണ്ടെത്താൻ എളുപ്പമാണ്. എന്നാൽ അപേക്ഷകന്റെ സ്ഥലം ഉദ്യോഗസ്ഥർ സന്ദർശിക്കാൻ തന്നെ വലിയ കാലതാമസമാണ് എടുക്കുന്നത്. വനം റേഞ്ചിൽ നിന്ന് ഡിവിഷണൽ ഓഫീസിലെത്തിയാൽ ഫയൽ നീങ്ങുന്നത് ഒച്ചിന്റെ വേഗതയിലാണ്. NOCക്ക് അപേക്ഷ ലഭിച്ചാൽ 1 മാസത്തിനുള്ളിൽ NOC നൽകാൻ കഴിയും. പലരും NOCക്കായി നിരവധി തവണയാണ് വനം ഓഫീസ് കയറിയിറങ്ങേണ്ടി വരുന്നത്. വനാതിർത്തിയിലുള്ള കർഷകർക്ക് ഭൂമി ക്രയവിക്രയം ചെയ്യാനും നടപടികൾ സുതാര്യമാക്കാനുമാണ് വനം വകുപ്പ് NOC നൽകുന്നത്. എന്നാൽ കർഷകരെ സഹായിക്കാൻ വനം വകുപ്പ് എടുത്ത നടപടി ചില ഉദ്യോഗസ്ഥർക്ക് അഴിമതി നടത്താനുള്ള അവസരമാകുകയാണ്. വിജിലൻസ് ആവശ്യപ്പെട്ടാൽ ഏജന്റുമാരുടെയും ഉദ്യോഗസ്ഥരുടെയും പേര് നൽകാൻ തയ്യാറാണെന്ന് പരാതിക്കാരൻ പറഞ്ഞു. കേരള സർക്കാർ ജനങ്ങളെ നന്മ അല്ലെങ്കിൽ കർഷകരുടെ നന്മ ആഗ്രഹിച്ചുകൊണ്ടാണ് ഇങ്ങനത്തെ ഓരോ പദ്ധതികളും നിയമങ്ങളും കൊടുക്കുന്നത്. അത് അട്ടിമറിക്കപ്പെടുകയാണ് ഇപ്പൊ ചെയ്യുന്നത്. NOC 10 ദിവസം കൊണ്ട് കൊടുക്കൂല, 1 മാസം കൊണ്ട് കൊടുക്കൂല, 6 മാസം കൊണ്ട് കൊടുക്കൂല. എന്നാലോ ഒരാഴ്ച കൊണ്ട് കൊടുക്കുന്ന സംവിധാനം ഇവിടെ ഉണ്ട്. എന്താണ്? കാശ് കൊടുത്താൽ ഏജന്റ് മുഖേന പോയി കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് NOC കിട്ടും. എന്നാലോ കാശ് കൊടുക്കാതെ പാവപ്പെട്ടവന് മാസങ്ങളോളം നടത്തിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഫോറസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ഞാൻ പരാതി കൊടുത്തിരുന്നു. അതിലിപ്പോ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വ്യക്തമായി ജനങ്ങൾക്ക് സുതാര്യമായ രീതിയിൽ ഇപ്പൊ അവർക്ക് NOC കിട്ടുന്ന നടപടിയാണ് വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടിൽ കൂടെ വരേണ്ടത്. അതുപോലെ തന്നെ കർഷകരെ സംബന്ധിച്ചിടത്തോളം കർഷകർക്ക് നിർബന്ധിതമായ ഒരു എഗ്രിമെന്റ് അല്ലെങ്കിൽ അവർക്ക് വേണ്ട സമർപ്പണമായിട്ട് ഒരു എഴുതി മേടിക്കുന്നുണ്ട്. അതും തെറ്റാണ്. ഇവിടെ മിക്ക ഭൂമികളും അളന്ന് തിട്ടപ്പെടുത്തി ജണ്ട സ്ഥാപിച്ച ഭൂമികളാണ്. ഇനി 10-30% വരുന്ന ഭൂമിയുള്ളൂ ജണ്ട സ്ഥാപിക്കാത്തത്. മറ്റ് 70% ഭൂമി ജണ്ട സ്ഥാപിച്ചാണ്. പിന്നെന്താ ഇവിടെ അളക്കാനുള്ള പ്രശ്നം? NOC പുതുക്കി കൊടുക്കേണ്ട പ്രശ്നമുള്ളൂ. ആ NOC പുതുക്കി കൊടുക്കാൻ ശരിക്കും ഒരു ആഴ്ച മതി ജണ്ട ഇട്ട് കൊടുത്ത്. ജണ്ട ഇടാത്ത സ്ഥലങ്ങളിലാണ് നമുക്ക് പറയാം ചിലപ്പോൾ അളക്കാൻ ആൾ ക്ലിയർ അല്ല, അല്ലെങ്കിൽ അതിന്റെ നിയമപ്രകാരം പല വസ്തുതകളുണ്ട്, താഴെത്തട്ടിൽ അളക്കേണ്ടതുണ്ട്, സർവേർ പോകേണ്ടതെന്നൊക്കെ വരുമ്പോൾ എങ്ങനെ ഒരു 15 ദിവസം 1 മാസം പിടിക്കും അതിന്. പക്ഷെ ജണ്ടിട്ട ഭൂമിയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് NOC കൊടുക്കാവുന്നതാണ്. അന്ന് തിട്ടപ്പെടുത്തിയ ഭൂമിയാണ്. പിന്നെ എന്തിന് ഇത്രയും കർഷകരെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ട് ഇത് വളരെയധികം പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് ഏജന്റുമാരെ വെച്ച് കാശടിച്ചു മാറ്റാൻ ഒരു പദ്ധതിയായിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത് ഒരിക്കലും സംഭവിക്കില്ല. NOC നൽകുന്നതിന് മുന്നോടിയായി സ്ഥലമുടമയിൽ നിന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മുദ്രപത്രത്തിൽ അവർ നിർദ്ദേശിക്കുന്ന പ്രകാരമുള്ള സമ്മതപത്രം എഴുതി വാങ്ങുന്നതിനാൽ ബാങ്ക് വായ്പകൾ ഉൾപ്പെടെ കർഷകർക്ക് നിഷേധിക്കുന്ന സാഹചര്യവും നിലവിലുണ്ട്. NOC സംബന്ധിച്ച അന്വേഷണത്തിന്റെ ഭാഗമായി ആവശ്യമെങ്കിൽ ഡിവിഷൻ ഓഫീസിലെത്തി ഫയലുകൾ ഉൾപ്പെടെയുള്ളവ വിജിലൻസ് വിഭാഗം പരിശോധന നടത്തുമെന്നാണ് സൂചന. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton